സ്റ്റീഫൻ ചേട്ടൻ ഓർമ്മയുണ്ടോ ഈ താരത്തിനെ? ആരിത്? താരക്കുഞ്ഞേ വാവാ, നല്ല ക്യൂട്ടായിട്ടാണല്ലോ പാട്ട് പാടാൻ വാവാ. എന്ത് സ്റ്റൈലാന്ന് നോക്കിയെന്നേ. അതായത് സാരി ഉടുത്താ ചേരും, ധാവണി ഇട്ടാ ചേരും, ചുരിദാർ ഇട്ടാ ചേരും, നാടൻ ഡ്രസ് ഇട്ടാലും ചേരും. പേര് പോലും മാറ്റി, താരക്കുട്ടി. കുട്ടിയല്ല, താര. സ്റ്റീഫനങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ സ്റ്റീഫനങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും പല്ലൊക്കെ വന്നിട്ടുണ്ടോ? പല്ല് വന്നില്ലല്ലോ. ഇല്ല. നീ എത്ര നാളെടുക്കും? വളരെ സ്ലോ മോഷനില്ല. പക്ഷെ ഇത് ഇളകുന്നുണ്ട്. പെണ്ണ് കാണാൻ സമയത്ത് എങ്ങനെ പല്ല് വരുവോ? ഇല്ലെങ്കിൽ നമ്മള് വെപ്പ് പല്ല് വെക്കും അല്ലേ? വെപ്പൊന്നും വേണ്ടേ? വരുമായിരിക്കും അല്ലേ? വേണ്ട, എനിക്ക് വെപ്പൊന്നും അല്ല, വേണ്ട. നമ്മുടെ പല്ല് വരുവോ? നാണക്കേടല്ലേ ഇനി വലുതായിക്കൊണ്ടിരിക്കുമ്പോ. വരണം. ഇനി അത് നാണക്കേടൊന്നുമില്ല, എല്ലാവർക്കും പോകുന്ന. അങ്ങനെയല്ലേ ഇത് ഇപ്പൊ ഒക്കെ വരാണ്ടിരുന്നാലോ എന്ത് ചെയ്യും? എല്ലാവർക്കും അത് വരും. വരാതൊന്നും ഇരിക്കത്തേ ഇല്ല. എന്റെ നാരങ്ങ കൊടുക്കും ഞാൻ. അപ്പൊ തന്നെ കൊടുക്കും. സ്പോട്ട് ട്രീറ്റ്മെന്റ്. സ്പോട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു ജപിച്ചൊരു നാരങ്ങ കൊടുത്ത് അതിൽ 2 കടി. പണ്ടത്തെ കാറു. ഓർമ്മയില്ലേ? പക്ഷെ അത് ചിലപ്പം ഓവറാവും, അതാണ് പ്രശ്നം. അതിങ്ങനെ ആനക്കൊമ്പൊക്കെ പോലെ പിന്നെ പല്ല് തേക്കാനൊക്കെ എളുപ്പം, അങ്ങനെ തേച്ചാ മതി. പൊൻവീണയുടെ എഴുതുന്ന ഈസ്റ്റച്ച ഈസ്റ്റച്ച ഈസ്റ്റച്ച. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? കല്യാണക്കുരുവിക്ക് പുല്ലാനി പുര കേട്ടാ. ശ്യാമങ്ങളുടെ ബേബിന് വേണ്ടിട്ടാ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓ, നമ്മുടെ ശ്യാമപ്രസാദ്. നമ്മുടെ ശ്യാമപ്രസാദിന് അവന് കുറച്ച് നാള് കൂടി അവൻ ആഗ്രഹിച്ച് ഇതാ ഒരു കുഞ്ഞുമാവ ഉണ്ടായേക്കാണ്. അപ്പൊ നമ്മുടെ ശ്യാമപ്രസാദിന് വേണ്ടിയാണ് താരക്കുട്ടി. നമ്മുടെ ഗ്രൂമർ ശ്യാമപ്രസാദിന് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ്. സൂപ്പർ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.